എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, അങ്കണവാടി പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭാഗമായി നമ്മളെ പോഷൻ ട്രാക്കർ മാറിയിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെയാണ് ഒരുപാട് സമയം നമ്മളിപ്പോൾ പോഷൻ ട്രാക്കറിന് വേണ്ടി നീക്കിയിട്ടുള്ളത്. ഇൻ്റർനെറ്റിൻ്റെ സംവിധാനത്തോടുകൂടെ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പോഷൻ ട്രാക്കർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ പോഷൻ ട്രാക്കറിലെ ഒരു ഭാഗം നമുക്ക് 3 ദിവസക്കാലം എൻട്രികൾ വരുത്താവുന്നതാണ്. പ്രത്യേകിച്ച് ഡെയിലി ട്രാക്കിംഗ് പേജിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓൾറെഡി നമ്മൾ പോഷക ഭാഷ എന്ന ചാനലിലേക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളതാണ്. അതായത് അങ്കണവാടി തുറക്കുന്നതും കുട്ടികൾ വരുന്ന ഹാജർ നില മാർക്ക് ചെയ്യുന്നതും അവർക്ക് കൊടുക്കുന്ന മോർണിംഗ് സ്നാക്സും HCM ഉൾപ്പെടെയുള്ള ഡെയിലി ട്രാക്കിംഗ് പേജിലെ ഓരോ എൻട്രികളും നമുക്ക് 3 ദിവസക്കാലം ഇൻ്റർനെറ്റ് ഇല്ലാതെ ഓഫ്ലൈൻ മോഡിൽ ചെയ്യാവുന്ന സംവിധാനം നിലവിലുണ്ടെങ്കിലും 3 ദിവസത്തിനകം തന്നെ ഇൻ്റർനെറ്റ് നമ്മളെ ഫോണുകളിൽ പുനഃസ്ഥാപിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ സെർവറിലേക്ക് അയക്കാനുള്ള സാഹചര്യം കൂടെ നമ്മൾ ഉറപ്പാക്കണം. അല്ലാത്ത സമയങ്ങളിലാണ് ഇന്നലെ തുറന്ന അങ്കണവാടി ഇന്ന് തുറന്നതായിട്ട് കാണുന്നില്ല എന്നുള്ള റിപ്പോർട്ട് വരുന്നത്. ഇന്നലെ ഒരുപാട് കുട്ടികൾക്ക് മാർക്ക് ചെയ്ത HCM ഇന്ന് കാണുന്നില്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കാണാനിടയാവുന്നത്. ഈ സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് പരമാവധി 3 ദിവസം ഇൻ്റർനെറ്റ് ഇല്ലെങ്കിലും 3ാമത്തെ ദിവസമെങ്കിലും ഇൻ്റർനെറ്റ് ഉറപ്പാക്കി സിങ്കർണൈസേഷൻ എന്ന പ്രോസസ്സിലൂടെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡാഷ്ബോർഡിലേക്ക് അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യണം. ഇതെല്ലാം തന്നെ അന്നന്നാൾ നമ്മൾ അയക്കുന്ന ഓരോ സെഷനുകളും കൃത്യമായി മനസ്സിലാക്കി ടീച്ചേഴ്സിന് അറിയാൻ സാധിക്കും. ഇവിടെ സംശയങ്ങളൊന്നും ഉദിക്കാൻ ഒരു സാധ്യതയുമില്ല. ഈ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എന്നിരുന്നാലും നമ്മൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള, അതായത് അംഗൻവാടിയിലേക്ക് അനുവദിച്ച് തന്നിട്ടുള്ള കാസ് ഫോണിലെ BSNL CUG നമ്പർ, അതായത് 9430 തുടങ്ങുന്ന നമ്പറിലേക്ക് ഇപ്പോൾ റീചാർജ് സക്സസ്ഫുള്ളി ചെയ്തിട്ടുണ്ട് എന്നുള്ള സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഫോണിനകത്തേക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു SMS രൂപം വന്നിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയണം. ഇനി നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ഗുണഭോക്താക്കളെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അതായത് അംഗൻവാടി ലോഗിൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു ഗുണഭോക്താവിനെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് വേറൊരു സെൻറ്ററിൽ നിന്ന് നമ്മൾ സെൻറ്ററിലേക്ക് സ്വീകരിക്കുന്ന സമയം ഇത്തരത്തിൽ OTP ഞങ്ങൾക്ക് അനിവാര്യമാണ്, അതും സ്വീകരിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ടീച്ചർമാരുടെ പ്രൊഫൈലിൽ പേരുകൾ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുന്ന സമയം ഫോർഗോട്ട് എംപിൻ കൊടുക്കേണ്ടതായിട്ട് വരും. ആ സമയത്തും OTP സ്വീകരിക്കാനുള്ള സാഹചര്യം ഇനി നിലവിലുണ്ടായിരിക്കുന്നതാണ്. ഈ സാഹചര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുക. ഇതിൽ വേറൊരു സംശയം നമ്മൾ ടീച്ചേഴ്സ് അറിയിച്ചിട്ടുള്ളത്, എന്തിനാണ് ഇത്തരത്തിൽ ഗുണഭോക്താക്കളെ രജിസ്റ്റർ ചെയ്യുമ്പോൾ OTP നിർബന്ധമാക്കിയിട്ടുള്ളത്, അത് ഒഴിവാക്കി തന്നൂടെ, പഴയ രീതിയിൽ തന്നെ ഗുണഭോക്താക്കളെ ചേർക്കാൻ എളുപ്പമാണ് എന്നുള്ള സാഹചര്യം. അതായത് OTPയിലെ പ്രശ്നമാണ് ഒരുപാട് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് OTP നിർബന്ധമാക്കിയിട്ടുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾക്ക് നമ്മുടെ പരിധിയിലുള്ള ഒരു ഗുണഭോക്താവിനെ പോഷൻ ട്രാക്കറിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നത് ടീച്ചറുടെ അറിവോടുകൂടി ആയിരിക്കണം. അതായത് ടീച്ചറാണ് അംഗൻവാടിക്ക് നേതൃത്വം കൊടുക്കുന്നത്. ടീച്ചറുടെ ഉറപ്പിന്മേലാണ് ഈ ഗുണഭോക്താവ് പോഷൻ ട്രാക്കറിലേക്ക് കയറി വരുന്നത്. ഇത്തരത്തിൽ പോഷൻ ട്രാക്കറിലേക്ക് കയറി വന്നാൽ തന്നെ അത് നമ്മുടെ ഗുണഭോക്താവാണ്, ICDSന്റെ ഗുണഭോക്താവാണ്. അവർക്ക് ഇനി മുടക്കം കൂടാതെയുള്ള സേവനങ്ങൾ നമുക്ക് ഉറപ്പാക്കണം. അപ്പോൾ അവർ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അത് ആധികാരികമായി ആദ്യം തന്നെ ഗുണഭോക്താവാണ് എന്ന് അംഗീകരിക്കണം. അവരെ പോഷൻ ട്രാക്കറിലേക്ക് കയറണം. അതെല്ലാം ടീച്ചറുടെ അറിവോടുകൂടി ആവണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഗുണഭോക്താക്കളെ രജിസ്റ്റർ ചെയ്യുമ്പോൾ 3ാമത് വരുന്ന നമ്മുടെ കാസ് ഫോണിലേക്കുള്ള OTP അത് ടീച്ചർക്ക് മാത്രമേ ആ OTP സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. ടീച്ചറുടെ പേരിലാണ് സിം തന്നിട്ടുള്ളത്. ടീച്ചറുടെ പേരിലാണെന്ന് ഉദ്ദേശിക്കുന്നത് ആ അംഗൻവാടിയുടെ പേരിലാണ് എന്നുള്ളതാണ്. അംഗൻവാടിക്ക് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ ടീച്ചറാണ്. അപ്പോൾ ടീച്ചറുടെ ആധികാരികമായിട്ടുള്ള ആ വെരിഫിക്കേഷൻ പ്രോസസ്സ് കഴിയുന്നത് തന്നെ OTP കൊടുത്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് അത്തരത്തിൽ OTP നിർബന്ധമാക്കിയിട്ടുള്ളത്. എന്തൊക്കെയാണെങ്കിലും നമ്മൾ BSNL സിമ്മിനകത്ത്, അതായത് CUG ഫോണിലേക്ക് ഇപ്പോൾ OTP വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ താൽക്കാലികമായി നമ്മളെ I am a ബെനിഫിഷ്യറി എന്ന ലോഗിൻ, അതായത് ഗുണഭോക്താക്കൾ വീട്ടിലിരുന്നുകൊണ്ട് രജിസ്റ്റർ ചെയ്യുന്ന രൂപത്തിലായിരുന്നു നമ്മൾ തുടർന്നത്. അങ്ങനെയും വീണ്ടും തുടരാവുന്നതാണ്. പക്ഷേ ടീച്ചറുടെ ആധികാരികമായിട്ട് അംഗൻവാടി വർക്കർ ലോഗിനിലൂടെ ഇനി ഗുണഭോക്താക്കളെ രജിസ്റ്റർ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. പരമാവധി പെൻഡിംഗ് ഉള്ളവരെയൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് പോഷൻ ട്രാക്കറിലേക്ക് രജിസ്റ്റർ ചെയ്ത് അവർക്ക് തടസ്സം കൂടാതെയുള്ള സേവനങ്ങൾ ഉറപ്പാക്കുക. താങ്ക്